നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കുവൈറ്റിൽ പൊതുമാപ്പ് ലഭിച്ച 7000-ഓളം ഇന്ത്യക്കാർ നാടണയാനുള്ള അവസരം കാത്തു കഴിയുകയാണ്. സൗജന്യമായി നാട്ടിലെത്തിക്കാമെന്ന് കുവൈറ്റ് ഗവൺമെന്റ് അറിയിച്ചിട്ടും സ്വന്തം നാട്ടിൽ നിന്നുള്ള നിസ്സംഗ നിലപാടാണ് ഇവരുടെ യാത്രയ്ക്ക് തടസ്സമായി ഉയർന്നത്. അങ്ങനെ ഒരു മാസത്തിലേറെയായി ക്യാമ്പുകളിൽ കഴിയുന്നവരെ എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കണമെന്ന അഭ്യർത്ഥനയാണ് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ പറയുന്നത്. കോവിഡ് പ്രതിരോധ നടപടികളുടെ ഭാഗമായാണ് താമസ നിയമലംഘകരായ വിദേശികൾക്ക് കുവൈറ്റ് ഒരു മാസത്തെ പൊതുമാപ്പ് അനുവദിച്ചുകൊണ്ട് രംഗത്തേക്കെത്തിയത്. പിഴ ഒഴിവാക്കി കൊടുത്തതിന് പുറമെ ഇവരെ സ്വന്തം നാടുകളിൽ സൗജന്യമായി തന്നെ എത്തിക്കുന്നതിനും കുവൈറ്റ് സന്നദ്ധത അറിയിച്ചുകൊണ്ട് രംഗത്തേക്കെത്തി. മറ്റ് വിദേശ രാജ്യങ്ങൾ തങ്ങളുടെ പൗരന്മാരെ തിരിച്ചു കൊണ്ടുപോകാൻ തയ്യാറായപ്പോൾ ഇന്ത്യ ഇക്കാര്യത്തിൽ തുടക്കം മുതൽ നിസ്സംഗ നിലപാട് സ്വീകരിച്ചത് നാം കണ്ടതാണ്. വിദേശ സമൂഹത്തോട് കുവൈറ്റ് കാണിക്കുന്ന ഉദാരത പോലും സ്വന്തം രാജ്യത്തെ ഭരണകൂടം കാണിക്കുന്നില്ല എന്ന ആക്ഷേപവും ഇതിനോടകം തന്നെ ഉയർന്നതുമാണ്. സുപ്രീം കോടതിയുടെ നിർദ്ദേശമെങ്കിലും അധികാരികളുടെ കണ്ണ് തുറപ്പിക്കും എന്ന പ്രതീക്ഷയിലാണ് ക്യാമ്പുകളിൽ കഴിയുന്ന പ്രവാസികൾ കഴിഞ്ഞു പോരുന്നത്. അതേസമയം ഇന്ത്യൻ എംബസിയിൽ നടന്നു വരുന്ന യാത്രക്കാരുടെ ഓൺലൈൻ രജിസ്ട്രേഷൻ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്ക് മടങ്ങാനുള്ള അത്യാവശ്യ യാത്രക്കാരുടെ മുൻഗണനാ പട്ടിക സംബന്ധിച്ചും എയർ ഇന്ത്യ വിമാന ടിക്കറ്റുകൾ മറച്ചുവിറ്റതായുമുള്ള ആരോപണങ്ങൾ കണക്കിലെടുത്തുമാണ് എംബസിയുടെ നടപടി. എന്നാൽ മെഡിക്കൽ എമർജൻസി, മരണവുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ തുടങ്ങിയ കാര്യങ്ങൾക്കായി എംബസിക്ക് അപേക്ഷകൾ അയക്കുന്നത് തുടരുമെന്നും എംബസിയുടെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. യാത്രക്കാരുടെ അപേക്ഷകൾ തിരഞ്ഞെടുക്കുന്നതിനും മുൻഗണന നിശ്ചയിക്കുന്നതിനുമുള്ള അധികാരം എംബസിക്ക് മാത്രമായിരിക്കുമെന്നും യാത്രയുമായി ബന്ധപ്പെട്ട് പുറത്തുനിന്നും ലഭിക്കുന്ന ഉറപ്പുകൾക്കോ വാഗ്ദാനങ്ങൾക്കോ എംബസി ഉത്തരവാദിയായിരിക്കില്ലെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുകയും ചെയ്തു. ഇതുകൂടാതെ തന്നെ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട് എംബസി ഇടപെടുന്നില്ലെന്നും എംബസി അറിയിച്ചു. മുൻഗണനാക്രമം അട്ടിമറിച്ച് സീറ്റ് അനുവദിക്കുന്നതിൽ വ്യാപക ക്രമക്കേട് നടന്നതായി നിരവധി പരാതികൾ ഉയർന്നിരുന്നു. എംബസിയിൽ വോളണ്ടിയർ പാസ് ലഭിച്ചവരുടെ നേതൃത്വത്തിൽ പണം വാങ്ങി സീറ്റ് തരപ്പെടുത്തി കൊടുക്കുന്നത് അടക്കമുള്ള പരാതികളാണ് പുറത്തു വന്നത്. ഇതിനെതിരെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലടക്കം നിരവധി പരാതികൾ ഉയർന്നിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.